റിഹേഴ്സൽ സമയത്ത് തിലകൻ ചേട്ടൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന മകൻ്റെ മുഖത്ത് യാതൊരു വികാരവുമില്ല. കാരണം ഇവിടെ ഈ മരിച്ചു കിടക്കുന്ന അമ്മയാണെന്നോ ഒന്നുമില്ല, ഒരു നിർഗുണ പരബ്രഹ്മമായി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തിലകൻ ചേട്ടൻ റിഹേഴ്സലുണ്ട് 2-3 പ്രാവശ്യമൊക്കെ പുള്ളിയെ നോക്കി. അപ്പോൾ റിഹേഴ്സലിൽ തിലകൻ ചേട്ടൻ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ്. അപ്പോൾ സംവിധായകൻ പൊതുവെ ഒരു ശാന്തനായതുകൊണ്ട് അദ്ദേഹം മകനോട് പറഞ്ഞു, അമ്മയാണ് മരിച്ചു കിടക്കുന്നത്, അച്ഛൻ്റെ മുഖത്തൊന്ന് നോക്കിയാൽ തന്നെ താങ്കളുടെ മുഖത്ത് അതിൻ്റെ ഒരു വിഷമമൊക്കെ വരും, ഒന്ന് നോക്കി ചെയ്യണം. അവനൊട്ടും താല്പര്യമില്ലാത്ത പോലെ, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ലാത്ത പോലെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ആദ്യ ഷോട്ട് എടുത്തു കഴിയുമ്പോൾ തിലകൻ ചേട്ടൻ തകർന്നു പോയി. കാരണം ഈ കിളവി നേരത്തെ ചത്തത് നന്നായി എന്നുള്ള എക്സ്പ്രഷനിലാകും നിൽക്കുന്നത്. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു, ഈ കിടക്കുന്നത് ആശാനെ നിങ്ങളുടെ അമ്മയാണ്. അപ്പോൾ ആ തിരുമുഖത്ത് എന്തെങ്കിലുമൊക്കെ വരണ്ടേ, ഡയലോഗൊന്നുമില്ലാതെ എന്ത് വരാൻ? തിലകൻ ചേട്ടൻ ഞെട്ടിപ്പോയി. അമ്മ മരിച്ചു കിടക്കുമ്പോൾ മുഖത്തൊരു എക്സ്പ്രഷൻ വരണമെങ്കിൽ ഡയലോഗ് വേണമെന്ന് മനസ്സിലായോ? കാരണം ഇവരൊക്കെ ഡയലോഗിൻ്റെ പച്ച നിൽക്കുന്നവരാണ്. തിലകൻ ചേട്ടനെ പോലെയൊക്കെ ഭാവം കൊണ്ട് കാണിക്കാൻ കഴിയുന്നവരല്ല. ഒരു പിരിയ അനങ്ങിയാൽ, തിലകൻ ചേട്ടൻ്റെ ഒരു പുരിക അനങ്ങിയാൽ, അല്ലെങ്കിൽ കണ്ണൊന്ന് ചെറുതായിട്ട് ഇറുകി കാണിച്ചാൽ തിലകൻ ചേട്ടൻ അപാരമായ റേഞ്ചിൽ അഭിനയിക്കും ഇല്ലേ? അവിടെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ പറയുക, അമ്മ മരിച്ചു കിടന്നാൽ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഡയലോഗ് വേണ്ടേ? ഈ പറഞ്ഞതുപോലെ തന്നെ തിലകൻ ചേട്ടൻ അങ്ങ് എന്താ പറയുക, ബോധം കിട്ടില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളവരെ കൂടെ അഭിനയിക്കേണ്ട ഗതികേടുണ്ടായല്ലോ എന്ന് അപ്പം മനസ്സിൽ തോന്നിക്കാണാം. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കഴിഞ്ഞ 4-5 എപ്പിസോഡായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? കൈലാസേട്ടൻ്റെ അസുഖം, അതുപോലുള്ള ഓരോ വിഷയങ്ങളാണ് സംസാരിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് സംസാരിക്കുന്നത് വളരെ ലൈറ്ററായിട്ടുള്ള സബ്ജക്റ്റുകൾ പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അഭിനയ സാമ്രാട്ടായ തിലകൻ ചേട്ടൻ. തിലകൻ ചേട്ടനെ സത്യത്തിൽ മനസ്സിലാക്കിയ സിനിമാക്കാർ കുറവാണ്. അദ്ദേഹം ഒരു മൊശടനാണ്, ഭയങ്കര ഗർവുള്ളവനാണ്, ആരെയും എന്തും പറയുന്നവനാണ്, ആരോടും മിങ്കിൾ ചെയ്യാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരുപാട് പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ട്. സത്യത്തിലൊരു പാവം മനുഷ്യനാണ് തിലകൻ ചേട്ടൻ. തിലകൻ ചേട്ടൻ്റെ ഞാൻ സഹകരിച്ച ഒരു സിനിമയിലും എനിക്ക് തിലകൻ ചേട്ടനോട് പിണങ്ങേണ്ടി വന്നിട്ടേ ഇല്ല. എന്നെ ദിനേശ് എന്ന് പോലും വിളിക്കില്ല, നിങ്ങളെന്നേ പറയും. നിങ്ങൾ ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് തരൂ, നിങ്ങൾ വിളിക്കൂ, അപ്പോൾ വരാം, ഇങ്ങനെ നിങ്ങൾ ചേർത്തേ പറയും. ഞാൻ തിലകൻ ചേട്ടനെ കൈരളി ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വളരെ ഹമ്പിളായിട്ടാണ് ഞങ്ങളുടെ ഇൻ്റർവ്യൂ അവസാനിച്ചത്. പിണങ്ങിയൊന്നുമില്ല. ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞു. ആ മറുപടി പറയലിൽ വേണമെങ്കിൽ ഷോഭി തിലകൻ സാക്ഷിയായിരുന്നു. ആ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തിലകൻ ചേട്ടൻ്റെ PRS ഫ്ലാറ്റിലാണ് ഷോഭി വന്നിരുന്നു. അതുകൊണ്ട് ഇത്തവണ പറയുന്ന കഥ തിലകൻ ചേട്ടനെ കുറിച്ചാണ്. തിലകൻ ചേട്ടൻ്റെ കൊച്ചു കൊച്ചു കുസൃതികളെക്കുറിച്ച്, തിലകൻ ചേട്ടൻ്റെ സ്വഭാവം ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. മുമ്പ് ഏതൊക്കെ കഥ ഞാൻ തിലകൻ ചേട്ടനെ പറ്റി ചെയ്തിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞതിനാണ് എന്നോട് ഷമ്മി പിണങ്ങിയത്. ഷമ്മി പിണങ്ങി വളരെ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങളൊക്കെ എന്നെപ്പറ്റി നടത്തി. ചൊറുത്തവളെന്നൊക്കെ വിളിച്ചപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഷമ്മിക്ക് കൃത്യമായി ഞാൻ മറുപടി പറയുന്നു. പക്ഷെ പിന്നെ എന്തോ എപ്പോഴോ എനിക്ക് തോന്നി, തിലകൻ ചേട്ടനെ പോലെ തന്നെ എന്തിനാണ് നമ്മൾ ആ പാവത്തിനെ ഇട്ട് വിഷമിപ്പിക്കുന്നത്. ഞാൻ പിന്നെ അതിനെ അങ്ങ് കളഞ്ഞു. ഷമ്മിക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല. ഈ അടുത്ത കാലത്ത് ഷായി ചേട്ടൻ മരിച്ചു, തിലകൻ ചേട്ടൻ്റെ മൂത്ത മകൻ മരിച്ചു. ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. എനിക്കതിൽ എല്ലാത്തിലുള്ള ആളായ ഷാജിയോട് മാത്രമേ അങ്ങനൊരു ഹൃദയബന്ധമില്ലാതുള്ളൂ. ബാക്കി ഷോഫി അടക്കം എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ആ പെൺകുട്ടികളോടും ഷാജിയോടും, അതായത് രണ്ടാമത്തെ ഭാര്യയിലുള്ള 3 പേരോടാണ് എനിക്ക് ബന്ധമില്ലാത്തത്. അതുപോട്ടെ, തിലകൻ ചേട്ടനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ തിലകൻ ചേട്ടൻ ഒരു നിർണായകമായ പ്രധാന വേഷങ്ങളിലൊന്ന് ചെയ്തിരുന്നു. തിലകൻ ചേട്ടനും ജഗതി ചേട്ടനും ഷീനി ചേട്ടനുമായിരുന്നു പ്രധാന വേഷക്കാർ. വിനീത് അടക്കം ഉണ്ടെങ്കിലും ഇവർ 3 പേരായിരുന്നു സെൻട്രൽ ക്യാരക്ടർ. അതിൽ സത്യസന്ധനായ ഒരു IAS കാരനായിട്ടാണ് തിലകൻ ചേട്ടൻ അഭിനയിച്ചിരുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന IAS കാരൻ. ജോലിയൊക്കെ കഴിഞ്ഞ് പെൻഷനായി അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുമ്പോൾ 2 പത്രപ്രവർത്തകരായ 2 പേർ അദ്ദേഹത്തിൻ്റെ ദിവസവും കാണുന്ന 2 ആശ്രിതന്മാരെ പോലെ ദിവസവും ഒന്ന് കാണുന്ന 2 ക്യാരക്ടറുകളായിരുന്നു ഷീനി ചേട്ടനും ജഗതിയും ചെയ്തത്. ആ സിനിമയിൽ വിനീത് ചെയ്ത ഒരു അനാഥ ബാലൻ്റെ വേഷമുണ്ട്, എബ്രു എന്ന് പറയുന്ന ഒരു അനാഥൻ. ഈ കളക്ടറായിരുന്ന, കോഴിക്കോട് കളക്ടറായിരുന്ന തിലകൻ ചേട്ടൻ്റെ കഥാപാത്രമാണ് അദ്ദേഹം ഈ എബ്രുവിനെ എടുത്തു വളർത്തിയത്. അങ്ങനെ
എബ്രുവിനെ കാണാതായി. എബ്രു എവിടെയോ വെച്ച് എബ്രുവിനെ നഷ്ടപ്പെട്ടു. അതിനെപ്പറ്റി കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തോ എവിടെയാണ് മരിച്ചെന്നൊരു സംശയമുണ്ട്. ബോഡി പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം കോഴിക്കോട് കളക്ടറെ പോയി കാണും. ഇപ്പോൾ നിലവിലുള്ള കോഴിക്കോട് കളക്ടറെ ചെന്ന് കണ്ട് അദ്ദേഹം ഒരു പരാതി കൊടുക്കും. ആ പരാതി വാങ്ങി നോക്കിയിട്ട് നമുക്ക് അന്വേഷിക്കാം. ഇതാണ് പറയേണ്ട സീൻ. ഈ കളക്ടറായിട്ട് അഭിനയിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലൊക്കെ പറഞ്ഞിരുന്നു. ഈ ആചാര്യൻ വിചാരിച്ചിരിക്കാതെ ഒരുപാട് സാമ്പത്തിക നഷ്ടം വരികയും ഒരുപാട് ഷെഡ്യൂളുകളായി 1.5 വർഷം കിടന്നുപോയൊരു സിനിമയാണ്. കാരണം ആചാര്യൻ ഷൂട്ടിംഗ് തുടങ്ങി 3-ാമത്തെ ദിവസം സുരേഷ് ഗോപിയുടെ കുട്ടി ആക്സിഡൻറ്റിൽ മരിക്കുന്നു, ലക്ഷ്മി. അങ്ങനെ ഷെഡ്യൂളായി. അത് കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങി 2 ദിവസം 3 ദിവസം ഷൂട്ട് ചെയ്തപ്പോഴേക്കും തിലകൻ ചേട്ടൻ ഹാർട്ടിന് പ്രോബ്ലം വന്ന് ബൈപ്പാസ് സർജറിയൊക്കെ ആയിട്ട് തിലകൻ ചേട്ടൻ കിടപ്പിലായി. അങ്ങനെ ഒരു ഷെഡ്യൂളായി. അത് കഴിഞ്ഞപ്പോൾ ശ്രീലങ്കയിലെ യശോദ എന്ന് പറഞ്ഞ ശ്രീലങ്കൻ നടിയായിരുന്നു നായിക. യശോദയ്ക്ക് വരാനുള്ള വിസ ശരിയായില്ല. അങ്ങനെ ഒരു ഷെഡ്യൂൾ പോയി. അത് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി മലയാള സിനിമയിലെ വലിയ സൂപ്പർ സ്റ്റാറായി. അങ്ങനെ അദ്ദേഹം ഡേറ്റ് തന്നിട്ട് ഡേറ്റ് തെറ്റിച്ചു. അങ്ങനെ ഷൂട്ടിംഗ് മുടങ്ങി. അങ്ങനെ ഒരു ഷെഡ്യൂളായി. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി മിഗ്ദാദ് എന്ന് പറഞ്ഞ ഇതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരു വോളിബോൾ താരമുണ്ട് VSSയിൽ. അദ്ദേഹത്തിന് റിവോൾവർ വെച്ച് വെടിവെക്കുന്നതിൽ ഇവിടെ വച്ചിരുന്ന ലാറ്റക്സ് മാറിപ്പോവുകയും ശരിക്കും വെടികൊണ്ട് വയറൊന്ന് ചെറുതായി പൊട്ടി. അങ്ങനെ ഷെഡ്യൂളായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോയ സിനിമയാണ്. പൈസയില്ല, ആർക്കും താല്പര്യമില്ല പടം തീർക്കാൻ, എല്ലാവർക്കും പ്രശ്നമാണ്. കാരണം 1.5 വർഷം കിടന്നു പോയില്ലേ. ഇപ്പോൾ ജഗതി ചേട്ടൻ ഏതെങ്കിലും ഒരു സെറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും യശോദയുടെയും വിനീതിൻ്റെയും തിലകൻ ചേട്ടൻ്റെയും ഒക്കെ ഡേറ്റ് ഓക്കെ ആവുന്നത്. അത് വെച്ചുകൊണ്ട് ജഗതി ചേട്ടനെ വിളിക്കുമ്പോൾ ജഗതി ചേട്ടന് ദേഷ്യം. കാരണം ജഗതി ചേട്ടൻ ആ ഡേറ്റ് വേറെ ആക്കും കൊടുത്തിരിക്കുകയായിരിക്കും. അടുത്ത ഷെഡ്യൂളിൽ ജഗതി ചേട്ടൻ്റെയും തിലകൻ ചേട്ടൻ്റെയും എല്ലാം ഡേറ്റ് റെഡിയായി വരുമ്പോൾ സുരേഷ് ഗോപിക്ക് ഡേറ്റ് കാണില്ല. സുരേഷ് ഗോപി റെഡിയായി വരുമ്പോൾ തിലകൻ ചേട്ടൻ ഡേറ്റ് കാണില്ല. അങ്ങനെ മൊത്തം പ്രശ്നമായ, എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ സെറ്റിൽ ഒരിക്കലും ഒരു തലവേദന ഉണ്ടാക്കാത്ത ഒരു നടനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശ്രീനിവാസനാണ്. ശ്രീനിച്ചേട്ടൻ പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ ആ സിനിമ പൂർത്തിയാക്കാൻ എപ്പോൾ വിളിച്ചാലും വരുമായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, പൈസ ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ കളക്ടറായിട്ട് അഭിനയിക്കാൻ ഒരു സീനേ ഉള്ളൂ. കളക്ടറായിട്ട് അഭിനയിക്കാനായിട്ട് ഒരു നല്ല നടൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു പുതിയ ആളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ ചെയ്യുന്ന തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് 1-2 പേരെ കൊണ്ട് കാണിച്ചതിൽ ഒരാളെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബുൾഗാൻ താടിയൊക്കെ വെച്ച് നല്ല ഹൈറ്റൊക്കെ ഉള്ള വെളുത്ത നിറമുള്ള കണ്ടാൽ കഷണ്ടിയൊക്കെ ഉള്ള ഒരു കളക്ടറുടെ ലുക്കുണ്ട്. ഇദ്ദേഹത്തെ ഫിക്സ് ചെയ്തു. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു വലിയ ന്യൂറോ സർജൻ്റെ വീട്ടിലാണ് ഷൂട്ടിംഗ്. കളക്ടറുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന അവിടെയാണ്. ഒരു രാത്രി ഒരു 6 മണിക്ക് തുടങ്ങിയാൽ 10 മണിക്ക് മുമ്പ് തീരാം. അങ്ങനെയുള്ളൊരു ഷെഡ്യൂളാണ്. ഞങ്ങൾ വേറെ എവിടെയോ പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കൃത്യം 5 മണിക്ക് ശ്രീകാര്യത്തിനടുത്താണ് യൂണിറ്റ് എല്ലാം കൊണ്ടിട്ട് ലൈറ്റിപ്പ് എല്ലാം ചെയ്ത് തിലകൻ ചേട്ടൻ വീട്ടിൽ പോയി ഫ്ലാറ്റിൽ പോയി ഫ്രഷായിയൊക്കെ വന്നു. സ്ക്രിപ്റ്റ് വായിക്കാൻ ഞാൻ കൊണ്ട് കൊടുത്തു. ഞാൻ ആദ്യം വായിച്ചു. അത് കഴിഞ്ഞ് തിലകൻ ചേട്ടൻ സ്വയം വായിച്ചു. ഇതിനിടയിൽ ഈ ബുൾഗാൻ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരിപ്പുണ്ട് പുതിയ ആൾ. അപ്പോൾ അയാൾ ഇരിക്കുന്ന കണ്ടാൽ ഈ തിലകൻ ചേട്ടനും ജഗതിയും ഈ ശ്രീനിവാസനൊന്നും മലയാള സിനിമയിൽ ഒന്നും അല്ലാന്ന് തോന്നും. കാരണം ഒരു സൂപ്പർ സ്റ്റാർ ഇരിക്കുന്ന ജാടയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമയെക്കുറിച്ച്. അപ്പോൾ ആദ്യമൊക്കെ തിലകൻ ചേട്ടൻ മൂളി. പിന്നെ ഇപ്പോൾ തിലകൻ ചേട്ടൻ തന്നെ ഒരു അസ്വസ്ഥതയായി തുടങ്ങി. തിലകൻ ചേട്ടൻ പിന്നെ മൂളാതായി. ഇടയ്ക്കിടയ്ക്ക് സ്ക്രിപ്റ്റ് വായിക്കുമെങ്കിലും ഇങ്ങനെ അയാളെ നോക്കും. കാരണം അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഈ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന കലാകാരൻ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ കാണിച്ചാൽ തിലകൻ ചേട്ടനെ എടുത്ത് ഉടുക്കും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തിലകൻ ചേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തന്നിട്ട് പറഞ്ഞു, അയാൾക്ക് വായിക്കാൻ കൊടുക്കൂ, ഇയാളല്ലേ കളക്ടറായിട്ട് അഭിനയിക്കണേ. അവൻ അതേ കൊടുത്തു. സെറ്റിൽ ഷോർട്ട് സമയത്ത് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ ഇത്രയും സീനിയറായ മലയാള സിനിമയുടെ സീനിയറായ നടൻ തിലകൻ ചേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്താൽ പറയാം, ആ ഒരു ഷോർട്ട് സമയത്ത് പ്രോംപ്റ്റ് ചെയ്തെന്നാണ് ഞാൻ പറയാം. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു, പ്രോംപ്റ്റിങ് എന്തിനാ, കുറച്ച് ഡയലോഗുള്ളൂ, നിങ്ങൾ പഠിച്ചേക്കും. വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മറ്റേ പടത്തിൽ ചേട്ടൻ്റെ പ്രകടനം നന്നായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ പടത്തിൽ അത് നന്നായില്ല. അപ്പോൾ എനിക്കറിയാം, ഈ മൂളൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഇവൻ എന്തോ വാങ്ങാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഭയങ്കര ചാടാണ്. അങ്ങനെ ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് റിഹേഴ്സലായി. ഈ റിഹേഴ്സലിനിടയിലും ഇയാൾ വേറെ എന്തൊക്കെയോ ആണ് ചെയ്യുന്നത്. സെൽഫോൺ എടുത്ത് വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. അയാൾ ആരുടെയൊക്കെ അടുത്ത് നിൽക്കുന്നവർ, അയാൾ ആരൊക്കെയോ 2-3 പേരുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ സിൽബന്തികളോട് വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നു. തിലകൻ ചേട്ടൻ അസ്വസ്ഥനാവുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഷോട്ട് റെഡിയായി. അപ്പോൾ ഇയാൾ തിലകൻ ചേട്ടൻ കടന്നു വന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. ആ പരാതി കോഴിക്കോട് കളക്ടർക്ക് ഏൽപ്പിച്ചു.
അപ്പോൾ കളക്ടർ ഇത് ഇങ്ങനെ വായിക്കുന്നു, തിലകൻ ചേട്ടൻ നോക്കിയിരിക്കുന്നു. അതിൻ്റെ കട്ട് ഷോട്ടൊക്കെ വിട്ടിരിക്കുകയാണ്, മെയിൻ ഷോട്ടാണ് ഈ പറയുന്നത്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ നോക്കി തിലകൻ ചേട്ടനെ നോക്കിയിട്ട്, കടലിലല്ലേ പോയത്, നമുക്ക് അന്വേഷിക്കാം, ഇത്രയും പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? ഇയാളിത് വായിച്ചിട്ട്, അപേക്ഷ വായിച്ചിട്ട്, കടലിലല്ലേ പോയത്, നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കര ഡ്രാമയിൽ ചളക്കുളമാക്കി. സംവിധായകൻ കട്ട് പറഞ്ഞു. അശോകൻ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു ചെറുപ്പക്കാരനെ കടലിൽ കാണാതായി എന്ന് പറയാൻ മുൻ കളക്ടറായ ഒരാളല്ലേ വന്നിരിക്കുന്നത്, നിങ്ങളാ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന ആളല്ലേ, അദ്ദേഹം പെൻഷനായില്ലേ? അയ്യോ, അത് പെൻഷനായെങ്കിലും അദ്ദേഹം നിങ്ങളുടെ സീനിയറായ ഒരു IAS കാരനല്ലേ. ഒരു IAS കാരൻ, സീനിയറായ ഒരു IAS ഉദ്യോഗസ്ഥൻ ജൂനിയറായ ഒരു IAS ഉദ്യോഗസ്ഥനെ കാണാൻ വരുമ്പോൾ ആ ബഹുമാനമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. താങ്കൾ മിതത്വത്തോടെ സംസാരിക്കുക കേട്ടോ. കടലിലേ പോയത് നമുക്ക് അന്വേഷിക്കാം സാറെന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അന്വേഷിക്കാം സാർ എന്ന് പറഞ്ഞാൽ നന്നാവും. ഇല്ല, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. എന്തിനു പറയുന്നു? ഇയാൾ തിലകൻ ചേട്ടൻ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവൻ കുളമാക്കി കടലിലല്ലേ പോയത്. ഒരു ഘട്ടം കഴിഞ്ഞ് തിലകൻ ചേട്ടൻ്റെ ക്ഷമ കെട്ടിരിക്കുമ്പോൾ തിലകൻ ചേട്ടനോട് ഇയാൾ പറയാം, അപ്പോൾ തിലകൻ ചേട്ടൻ എന്നോട് പറഞ്ഞ ശേഷം എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് ഡയറക്ടറെ വിട്ടിട്ട് ഇയാൾ കയറി തിലകൻ ചേട്ടനെ സാറ് വിടുന്നു. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഡയലോഗ് ഞാൻ ഏത് രീതിയിൽ പറയണം, എങ്ങനെ നോക്കി പറയണമെന്ന് ഞാൻ പറഞ്ഞോളാം, തൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലൊരു വലിയ തെറി വിളിച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, എന്നെ സാറ് വിടണ്ട. പക്ഷേ നമ്മുടെ സെറ്റിൽ നിന്നൊരു മുഴുവൻ ഇങ്ങനെ അയ്യോ ഒന്നായി നിൽക്കുകയാണ്, ഇനി എന്താ സംഭവിക്കണമെന്ന്. ഈ മനുഷ്യന് മാത്രം യാതൊരു എക്സ്പ്രഷൻ മാറ്റമില്ല. കാരണം അയാൾക്ക് ഇത് അയാളെ പറഞ്ഞ് തെറി അല്ല എന്നുള്ള രീതിയിൽ അയാൾ വളരെ നിസ്സംഗനായിട്ട് വീണ്ടും എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് അടുത്തേക്കുന്ന ആളിനോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക. തിലകൻ ചേട്ടന് കാലിയങ്ങ് കയറുകയാണ്. എങ്ങനെയൊക്കെയോ എന്തിനു പറയുന്നു, എങ്ങനെയൊക്കെയോ 5 or 6 ടേക്ക് എടുത്ത് അവസാനം ഇത് മതി എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വന്നിട്ട് അതിൻ്റെ ക്ലോസ് ഷോട്ടുകൾ എടുക്കാനായിട്ട് ഇയാളെ മാറ്റി ലൈറ്റപ്പ് ചെയ്യുന്നതിനിടയിൽ ഈ ഇയാളെ കൊണ്ടുവന്ന ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയറോട് ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയിടോ? കോടീശ്വരനാ. ആര്? ഈ വന്നിരിക്കുന്നവൻ കോടീശ്വരനാണ്. അപ്പോൾ അയാളിൽ നിന്ന് 5000-10,000 ഈ കൊണ്ടുപോയി ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ അടിച്ചിരിക്കുക. വേഷം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ 5000 എന്തോ വാങ്ങിച്ചു കാണും. കോടീശ്വരനാണ്. ഞാൻ കോടീശ്വരനായാൽ അയാളുടെ പറഞ്ഞ പോലെ കേൾക്കണ്ടേ. അയാൾ തിലകൻ ചേട്ടനെ സാറോടെന്ന് പറഞ്ഞ് ഞാൻ കുറേ ആളെ പറഞ്ഞു. അവിടെ ഒന്നും സംഭവിച്ചില്ല. തിലകൻ ചേട്ടന് ഇതിൻ്റെ എടുത്ത കട്ട് ഷോട്ടിൻ്റെ ക്ലോസപ്പ് എടുക്കാനായിട്ട് അതിൻ്റെ ഡയലോഗ് പറയാൻ അടുത്ത് പോയി നിന്ന് എവിടുന്ന് കിട്ടിയോടോ ഇയാളെ എന്നിട്ട് ഞാൻ പിന്നെ എവിടുന്ന് കിട്ടിയ ആ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവന്നാണ്. ഇങ്ങനെയുള്ള വിടക്കുകളൊന്നും വിളിച്ച് വയ്ക്കരുത്, ഒരു നല്ല ക്യാരക്ടറല്ലേ, അതിനെ നശിപ്പിച്ചു. പോട്ടെ, ഞാൻ ബാലൻസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് തിലകൻ ചേട്ടൻ അയാളുടെ പോരായ്മകൾ തിലകൻ ചേട്ടൻ ബാലൻസ് ചെയ്തതെന്ന് മാത്രമല്ല, ആ കടലല്ലേ പോയതെന്നുള്ളത് ഇയാളുടെ ബാക്ക് ഷോട്ട് വെച്ച് സൈഡ് ഷോട്ട് എടുത്തപ്പോൾ ഇയാൾ ബാക്ക് ഷോട്ടേ ഉള്ളൂ, ബാക്ക് ഷോട്ടിൽ പറയുന്നേ ഉള്ളൂ, ഫ്രണ്ട് ഷോട്ട് ഇട്ടില്ല. കാരണം അത്ര ബോറാക്കി കളഞ്ഞു. ഇതാണ് തിലകൻ ചേട്ടൻ. കാരണം വേറെ വല്ലവരാണ് ആടി കൊടുത്തിരുന്നത് തിലകൻ ചേട്ടൻ, പക്ഷേ ഇതൊക്കെ കേട്ട് മുട്ടൻ തെറിയൊക്കെ വിളിച്ച് മിണ്ടാതിരുന്നു. ഇതാണ് അതിൽ സംഭവിച്ച ഒരു കഥ. തിലകൻ ചേട്ടൻ്റെ വേറൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ദാരിദ്ര്യം കൊണ്ട് പൈസയില്ല, മൊത്തം പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളിൽ നീണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷെഡ്യൂൾ തുടങ്ങി. ആ ഷെഡ്യൂൾ തുടങ്ങിയപ്പോൾ എന്ത് പറ്റുന്നുണ്ടായിരുന്നു, തിലകൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാശ് എന്തോ ഒരു എമൗണ്ട് പറഞ്ഞു, ആ എമൗണ്ട് തരാതെ ഞാൻ വരില്ല. അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഷെഡ്യൂൾ വെച്ചത്. പക്ഷേ ഷെഡ്യൂൾ സമയത്ത് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. പൈസ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ത് പറ്റി, ഇന്ന് രാവിലെ ഷൂട്ടിംഗ് ആണെന്ന് എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൈസ കൊടുക്കാതെ ചേട്ടൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങില്ല. അപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പോകില്ല, സുബൈറാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. സുബൈർ പറഞ്ഞു ഞാൻ പോകില്ല, മാനേജർമാരും പോകില്ല. അശോകേട്ടൻ പറഞ്ഞു ഞാൻ പോയാൽ ഒന്നും പറയാതെ അദ്ദേഹം വരും, പക്ഷേ ഞാൻ പോയി വിളിക്കില്ല. അപ്പം നിർമ്മാതാവിനോട് പറഞ്ഞു എന്താ ചേട്ടാ എങ്ങനെയും മറിച്ച് ആ പൈസ കൊടുക്കാത്തതെന്ന് പറഞ്ഞു. അത് നടക്കണ്ടേ, എന്നെ കൊണ്ട് നടന്നില്ല, വിതരണ കമ്പനിയിൽ നിന്ന് ആ പൈസ വന്നില്ല, വിതരണക്കാർ പൈസ തന്നില്ല, അതാണ് പറ്റിയെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഷൂട്ട് ചെയ്തേ പറ്റും. അവസാനം നിർമ്മാതാവ് പറഞ്ഞു ഞാൻ പോയി വിളിക്കാം. അപ്പോൾ പാവം അദ്ദേഹത്തിൻ്റെ പാവഭാരമല്ല അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടു. അദ്ദേഹം അവിടെ ചെന്ന് ബെല്ലടിച്ചു, കയറി ചെന്നു, വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു, ചേട്ടാ ഈ ഷെഡ്യൂൾ തീരുന്നതിന് മുമ്പ് ഞാൻ പൈസ തരാം, പക്ഷേ ഇന്ന് വന്ന് അഭിനയിക്കണം. ആദ്യം എന്തോ വൈക്ലബിക്കോ പറഞ്ഞെങ്കിലും വരാമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല തിലകൻ ചേട്ടൻ. അങ്ങനെ പറഞ്ഞിട്ട് തിലകൻ ചേട്ടൻ പറഞ്ഞു ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ശരി എന്ന് പറഞ്ഞു. കുളിക്കാനുള്ള ടവലോ ഒക്കെ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു പിന്നെ ഫോൺ ബെല്ലടിക്കുകയാണെങ്കിൽ എടുക്കണം, എടുത്തിട്ട് തിലകൻ കുളിക്കുകയാണെന്ന് പറയണം. പറയും ചേട്ടാ, പറയുന്നു. തിലകൻ ചേട്ടൻ കുളിക്കാൻ കയറി. ഇദ്ദേഹം അവിടെ ഒരു പത്രം എന്തോ കിടന്നു, അതൊക്കെ എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരുന്നു. കുളിയുടെ ശബ്ദം കേൾക്കാം, അകത്ത് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുളിക്കുന്ന ശബ്ദം കേൾക്കാം. നിർമ്മാതാവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു.
ലാൻഡ് ഫോൺ ആയതുകൊണ്ട് ഫ്ലാറ്റിനകത്ത് കൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ അടിക്കുമല്ലോ, ഭയങ്കര ശബ്ദത്തിൽ ബെല്ലടിച്ചു. എന്തോ നിർമ്മാതാവിന് തോന്നി എടുക്കേണ്ട, കാരണം എടുക്കുമ്പോൾ തിലകൻ കുളിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളാരെന്ന് കേൾക്കും. അപ്പോൾ ഞാൻ ഇന്നയാളാണെന്ന് പറയണം, എന്തിനാണ് ഇവിടെ വന്നതെന്ന് കേൾക്കും. അപ്പോൾ ഇങ്ങനെ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കാമെന്ന് പറയണം എന്നൊക്കെ വിചാരിച്ച് പുള്ളി എന്തോ അത് പോയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ അപ്പോൾ അങ്ങനെയായിരുന്നു. അദ്ദേഹം ഫോൺ എടുത്തില്ല, ബെല്ലടിച്ചിട്ട് എടുത്തില്ല, ബെല്ല് നിലയ്ക്കാതെ അടിച്ച് നിന്നു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ബെല്ല് വീണ്ടും അടിച്ചു. ബെല്ല് വീണ്ടും അടിച്ചപ്പോൾ ഈ ഫോണിൽ നോക്കിയിട്ട് നിർമ്മാതാവ് ഇരിക്കുന്നതല്ല, അദ്ദേഹം ഫോൺ എടുത്തില്ല. ഞാൻ 100% സത്യസന്ധമായിട്ട് പറയുക, അത് മോശത്തരമാണോ എന്ന് എനിക്കറിയില്ല. ഈ രണ്ടാമതും ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു. ഈ ചെമ്പൻസി കരടിയൊക്കെ ഇല്ലേ, അതുപോലെ ദേഹമാസകലം തിലകൻ ഭയങ്കര മുടിയാണല്ലോ, ആ മുടിയിൽ സർഫിൻ്റെ പത പോലെ സോപ്പ് കൊണ്ട് പതഞ്ഞ മഞ്ഞു മനുഷ്യനെ പോലെ തല മുതൽ കാല് വരെ ദേഹം മുഴുവൻ സോപ്പിട്ട പതയുമായിട്ട് തിലകൻ ഇങ്ങനെ നടന്നു വന്നു. ഈ നിർമ്മാതാവിൻ്റെ സത്യം പറഞ്ഞാൽ ഗ്യാസ് ഔട്ടായിപ്പോയി. കാരണം പിറന്നപടി ഈ മുടി, ദേഹം മുഴുവൻ മുടിയുള്ളതിൽ സോപ്പ് പത കൊണ്ട് നിറഞ്ഞ മഞ്ഞു മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹം വന്ന് ഫോൺ എടുത്തു. ഹലോ, ഞാൻ തിലകനാണ്. അപ്പോൾ അവിടുന്ന് ആരോ എന്തോ പറഞ്ഞു. നിങ്ങൾ വിളിച്ചു, ഞാൻ കേട്ടു. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാളിനോട് ഫോൺ എടുക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അദ്ദേഹം വേറെ ഇവിടെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്നു, അദ്ദേഹം എടുത്തില്ല. രണ്ടാമത് നിങ്ങൾ ഇറങ്ങിയതപ്പോൾ ഞാൻ വന്നെടുത്തത്, അതുകൊണ്ടാണ്. ശരി, ബാക്കി പിന്നെ സംസാരിക്കാം, ഞാൻ കുളിക്കട്ടെ. റിസീവർ വെച്ചു. ഒന്നും സംഭവിക്കാത്ത പോലെ ഈ നിർമ്മാതാവിനെ ഒന്നും നോക്കാതെ അതുപോലെ തന്നെ വന്നതുപോലെ തന്നെ നടന്ന് തിലകൻ ബാത്റൂമിൽ അകത്ത് കയറി കഥ കിടച്ചു. നിങ്ങൾ ആലോചിച്ച് ആ വിഷ്വലൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. ദേഹം മുഴുവൻ സോപ്പ് പത കൊണ്ട് നിറഞ്ഞ തിലകൻ വന്ന് ഫോണെടുത്ത് സംസാരിച്ചിട്ട് അതുപോലെ തന്നെ ബാക്ക് ഷോട്ടിൽ നടന്നു പോകുന്ന ഒരു വിഷ്വൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നും സംഭവിക്കാത്ത പോലെ നിർമ്മാതാവ് വരും. കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറി തിലകൻ കാറിൽ കയറി ഇദ്ദേഹത്തിനെയും വിളിച്ചുകൊണ്ട് ലൊക്കേഷനിൽ വന്നിരിക്കുമ്പോൾ ഒരു ഒരു വല്ലാത്ത ചിരി തിലകൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചെന്തോ നോക്കി ആലോചിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർമ്മാതാവിനെ ഇങ്ങനെ നോക്കുകയും ചെയ്യും. നിർമ്മാതാവ് ഇതൊന്നും അറിയുന്നില്ല. അയാൾ നാളെ ആഹാരത്തിൻ്റെ വഴി എങ്ങനെ, പെട്രോൾ അടിക്കുന്നത് എങ്ങനെ, ഡീസൽ അടിക്കുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പാവം. തിലകൻ പക്ഷേ അയാളെ തന്നെ നോക്കുന്നുണ്ട്, മറ്റുള്ളവരെയും നോക്കിച്ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് പറയുന്നില്ല. ഇതിനിടയിൽ ഷോട്ട് റെഡിയായി. തിലകൻ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകണ വഴിക്ക് ഞങ്ങൾക്ക് എന്ത് കേട്ടോ വല്ലാത്തൊരു ചിരി എന്ന് പറഞ്ഞു. അപ്പോഴാണ് തിലകൻ ഈ കഥ പറയണത്. ഫോൺ വന്നതും കുളിക്കാൻ കയറിയപ്പോൾ ഏർപ്പാടാക്കിയതും കുളിച്ച് ആ സോപ്പ് പതയോടുകൂടി വന്ന് ഫോൺ എടുത്തതും തിരിച്ച് നടന്നതും ഇതൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല എന്നാണ് തിലകൻ പറഞ്ഞത്. അങ്ങനെ തിലകൻ വിശ്വപ്രസിദ്ധമായ ഒരു കുളിക്കഥയാണ് അതിലുള്ളത്. ഇനി പറയാനുള്ളത്, അദ്ദേഹം ഈ തിലകൻ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, ആ പടത്തിലേക്ക് ഒരു ക്യാരക്ടർ പറഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിലകൻ ആ ക്യാരക്ടറായിട്ട് തന്നെ ജീവിതത്തിൽ എന്താ പറയുക, ആ ഷൂട്ടിംഗ് തുടങ്ങുന്ന മുതൽ തീരുന്നവരെ ആ ക്യാരക്ടർ എങ്ങനെ എൻ്റേതായ ശൈലിയിലാക്കാമെന്ന് എപ്പോഴും മനസ്സിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് തിലകൻ. അത് ഏത് വേഷം കൊടുത്താലും, ഒരു സാധാരണ കമേഴ്ഷ്യൽ പടത്തിലായാൽ പോലും നമുക്ക് തിലകൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഏത് വേഷം കിട്ടിയാലും ആ വേഷത്തിന് തിലകൻ്റേതായ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ തിലകൻ ഇന്നലെ വരെ ചെയ്തതല്ലാത്ത വേറൊരു തലത്തിൽ, അത് ജഗതിയും അങ്ങനെയാണ്, എങ്ങനെ ചെയ്യാമെന്നുള്ള ചിന്തയായിരിക്കും എപ്പോഴും. അപ്പോൾ സീൻ വായിച്ചിട്ട് അവിടെ നടന്ന് ഇങ്ങനെ പതിയെ നടന്ന് തിലകൻ ആലോചിക്കണമെന്ന് കാണാം. ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നതിന് മുമ്പ് ഒരു സ്വയം ഒരു റിഹേഴ്സലുണ്ട്. അങ്ങനെയുള്ള തിലകൻ ഒരു പടത്തിൽ അഭിനയിക്കുകയാണ്. ഒരു പുതിയ സംവിധായകനാണ് പടം സംവിധാനം ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിന് ഭാര്യയും ഒരു മകനുമുണ്ട്. മകൻ അറിയപ്പെടുന്ന ഒരു നടനാണ്, തിരുവനന്തപുരത്തുകാരനായ ഒരു നടനാണ് മകനായിട്ട് അഭിനയിക്കുന്നത്. മകൻ നല്ല സുന്ദരനൊക്കെയാണ്, ഷായി കലാസിൻ്റെ പടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ മകൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഭിനയം ഇത്തിരി കമ്മിയാണ്. സൗന്ദര്യവും ഹൈറ്റും ഒക്കെ ഉണ്ട്, നല്ല വെളുത്ത നിറവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പടത്തിൽ അവൻ്റെ അമ്മ, അതായത് തിലകൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ മുന്നിൽ അച്ഛനും മകനും വിതുമ്പുന്നതാണ് സീൻ. ഒരു ഡയലോഗ് പോലും ഇല്ല സ്ക്രിപ്റ്റിൽ. അങ്ങനെ ഷോട്ടൊക്കെ ഡിവൈഡ് ചെയ്തെല്ലാം വെച്ച് ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഷോട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ റിഹേഴ്സൽ സമയത്ത് തിലകൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന മകൻ്റെ മുഖത്ത് യാതൊരു വികാരവുമില്ല. കാരണം ഇവിടെ ഈ മരിച്ചു കിടക്കുന്ന അമ്മയാണെന്നോ ഒന്നുമില്ല, ഒരു നിർഗുണ പരബ്രഹ്മമായി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തിലകൻ റിഹേഴ്സലുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ പുള്ളിയെ നോക്കി. അപ്പോൾ റിഹേഴ്സലിൽ തിലകൻ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ്. അപ്പോൾ സംവിധായകൻ പൊതുവെ ഒരു ശാന്തനായതുകൊണ്ട് അദ്ദേഹം മകനോട് പറഞ്ഞു, അമ്മയാണ് മരിച്ചു കിടക്കുന്നത്, അച്ഛൻ്റെ മുഖത്തൊന്ന് നോക്കിയാൽ തന്നെ താങ്കളുടെ മുഖത്ത് അതിൻ്റെ ഒരു വിഷമമൊക്കെ വരും, ഒന്ന് നോക്കി ചെയ്യണം. അവനൊട്ടും താല്പര്യമില്ലാത്ത പോലെ, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ലാത്ത പോലെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ആദ്യ ഷോട്ട് എടുത്തു.
ആദ്യം ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ തിലകൻ ചേട്ടൻ തകർന്നു പോയി. കാരണം ഈ കിളവി നേരത്തെ ചത്തത് നന്നായി എന്നുള്ള എക്സ്പ്രഷനിലായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു, ഈ കിടക്കുന്നതേ ആശാനെ നിങ്ങളുടെ അമ്മയാണ്. അപ്പം ആ തിരുമുഖത്ത് എന്തെങ്കിലുമൊക്കെ വരണ്ടേ? ഡയലോഗൊന്നുമില്ലാതെ എന്ത് വരാൻ? തിലകൻ ചേട്ടൻ ഞെട്ടിപ്പോയി. അമ്മ മരിച്ചു കിടക്കുമ്പോൾ മുഖത്തൊരു എക്സ്പ്രഷൻ വരണമെങ്കിൽ ഡയലോഗ് വേണമെന്ന് മനസ്സിലായോ? കാരണം ഇവരൊക്കെ ഡയലോഗിൻ്റെ പച്ചയിൽ നിൽക്കുന്നവരാണ്. തിലകൻ ചേട്ടനെ പോലെയൊക്കെ ഭാവം കൊണ്ട് കാണിക്കാൻ കഴിയുന്നവരല്ല. ഒരു പിരിയ അനങ്ങിയാൽ, തിലകൻ ചേട്ടൻ്റെ ഒരു പുരിക അനങ്ങിയാൽ, അല്ലെ കണ്ണൊന്ന് ചെറുതായിട്ട് ഇറുകി കാണിച്ചാൽ തിലകൻ ചേട്ടൻ അപാരമായ റേഞ്ചിൽ അഭിനയിക്കും ഇല്ലേ? അവിടെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിക്കണം പറയുക, അമ്മ മരിച്ചു കിടന്നാൽ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഡയലോഗ് വേണ്ടേ? ഈ പറഞ്ഞതുപോലെ തന്നെ തിലകൻ ചേട്ടൻ അങ്ങ് എന്താ പറയുക, ബോധം കിട്ടില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളവരെ കൂടെ അഭിനയിക്കേണ്ട ഗതികേടുണ്ടായല്ലോ എന്ന് അപ്പം മനസ്സിൽ തോന്നിക്കാണാം. ഇതെന്നോട് പറഞ്ഞതാണ്. ഈ അഭിനയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞതാണ്. ഒരു അമ്മ മരിച്ചു കിടന്നാൽ മകൻ്റെ മുഖത്ത് എന്ത് ഭാവം വരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഭാവവും വരില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അതാണ് തിലകൻ ചേട്ടൻ പറഞ്ഞ ഒരു അനുഭവം. ഇനി ഒരു അനുഭവം പറയുന്നതിൽ എനിക്കറിയാം അങ്ങനെ നടന്നു എന്ന് തിലകൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷീനിച്ചേട്ടനോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഷീനിച്ചേട്ടൻ ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എത്ര സത്യമുണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇല്ല അച്ഛനൊരിക്കലും അങ്ങനെ ദിനേശനോടും ശ്രീനിവാസനോടൊന്നും പറഞ്ഞിരിക്കില്ല എന്ന് ആരെങ്കിലും തർക്കിച്ചാൽ ഞാൻ തിരിച്ച് തർക്കിക്കാനും ഞാനില്ല. പക്ഷേ എന്നോട് പറഞ്ഞൊരു കഥയാണ് ഞാൻ പറയുന്നത്. തിലകൻ ചേട്ടൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖങ്ങളൊക്കെ വന്നത് തിലകൻ ചേട്ടനായാലും ഭരത് ഗോപി ആയാലും ഇവർക്കൊക്കെ ഈ അസുഖങ്ങൾ വന്നത് ഒരു പരിധി വരെ ഈ അഭിനയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പ് അറിയില്ലാത്തതുകൊണ്ടാണ്. അഭിനയം സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ മോഹൻലാലൊക്കെ ചെയ്യുന്ന പോലെ, മോഹൻലാൽ ചുറ്റും നിൽക്കുന്നവരുടെ കളി അടിച്ചുകൊണ്ട് നിന്നിട്ട് റെഡി ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മോഹൻലാൽ ക്യാരക്ടറായി മാറും. കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടുത്തിരിക്കുന്നവരുടെ തമാശ അടിക്കും, അടുത്തിരിക്കുന്നവരുടെ ഇന്നലത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ഭരത് ഗോപിയെ പോലെ തിലകൻ ചേട്ടനെ പോലുള്ളവരൊന്നും അങ്ങനെയല്ല. അവർ ആ ക്യാരക്ടറുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകും. അപ്പോൾ അഭിനയമേത് ജീവിതമേത് എന്നുള്ള അതിർവരമ്പ് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടുള്ള വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിനയിക്കുന്ന ഭരത് ഗോപി ആയാലും അഭിനയിക്കുന്ന തിലകൻ ചേട്ടൻ അടക്കമുള്ളവരായാലും അവരഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല, ജീവിക്കുകയാണെന്ന് തോന്നും. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ തിലകൻ ചേട്ടൻ തന്നെ കൃത്രിമം ഈ എന്താ പറയുക ഗർവമൊക്കെ കാണിച്ച് നിൽക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര പൗരുഷം ഭയങ്കര പരിക്കനായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം ഇങ്ങനെ ആയിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹം ജീവിതത്തിൽ അഭിനയിക്കുക. അങ്ങനെ അഭിനയവും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു വലിയ കുഴപ്പം പിടിച്ച ആളുകളിൽ ഒരാളാണ് തിലകൻ ചേട്ടൻ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ രണ്ടിൻ്റെ അതിർവരം പറയില്ല. ഇത് ജീവിതമാണ്, നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കാൻ പാടില്ല എന്നറിയില്ല. ഇത് അഭിനയമാണ്, ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നും അറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് തിലകൻ ചേട്ടൻ. അപ്പോൾ തിലകൻ ചേട്ടൻ്റെ ഒരു ജീവിതവുമായിട്ടുള്ളൊരു ജീവിതവും അഭിനയത്തിൻ്റെ അതിർവരം പറഞ്ഞിടാത്തൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. തിലകൻ ചേട്ടൻ രണ്ടുപേരെ കല്യാണം കഴിച്ചല്ലോ. ആ രണ്ടുപേരെയും രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. നാടകരംഗത്ത് വെച്ച് പരിചയപ്പെട്ടു, അവരെ രണ്ടുപേരെയും ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. രണ്ടുപേർക്ക് മൂന്ന് കുട്ടികളായി എന്നുള്ള അല്ലാതെ രജിസ്റ്റർ മാരേജ് ഒഫീഷ്യലായിട്ടൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ഭാര്യയുമായിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ പിണങ്ങി തിലകൻ ചേട്ടൻ പെട്ടിയും ഉടുപ്പും ഡ്രസ്സുകളും ഒക്കെ എടുത്ത് പെട്ടിയിലാക്കി ഇറങ്ങാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. അവർക്കാണെങ്കിൽ മറുപടി ഒന്നും പറയാനില്ല. എന്ത് പറയാൻ ഈ മനുഷ്യനോട്? അദ്ദേഹം എന്ത് വരട്ട് ന്യായങ്ങൾ പറഞ്ഞാലും അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരും ഉണ്ടാകുന്നു നിന്ന് വിഷമത്തോടെ. തിലകൻ ചേട്ടൻ വീടിൻ്റെ പടി ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, തിരിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ 1 മുതൽ 10 വരെ എണ്ണും. ആ 10 വരെ എണ്ണുന്നതിനിടയിൽ എന്നെ നീ തിരിച്ചു വിളിച്ചില്ല എങ്കിൽ ഈ ജന്മം നീ ഞാനുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ ജീവിതത്തിൽ പറയും, ഇത് ജീവിതമല്ല, അഭിനയമാണ്. മനസ്സിലായോ? ജീവിതത്തിൻ്റെ അതിർവരമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളിനെ ഇങ്ങനെ പറയാൻ കഴിയും. നമ്മളാരെങ്കിലും ഭാര്യയോട് പിണങ്ങും പറയും, പെട്ടിയെടുത്ത് ഗേറ്റിൻ്റെ അടപ്പ് വന്നിട്ട് 1 മുതൽ 10 വരെ ഞാൻ എണ്ണും, അതിനിടെ എന്നെ തിരിച്ചു വിളിച്ചില്ല. അത് നാടകത്തിലേ പറ്റൂ, സിനിമയിലേ പറ്റൂ, ഇല്ലേ? പക്ഷേ തിലകൻ ചേട്ടൻ ജീവിതത്തിൽ അവരോട് പറഞ്ഞു, 1 മുതൽ 10 വരെ ഞാൻ എണ്ണും, അതിനിടയിൽ നീ എന്നെ തിരിച്ചു വിളിച്ചില്ല എങ്കിൽ, അങ്ങനെ നീ എന്നെ തിരിച്ചു വിളിച്ചില്ല എങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു. പെട്ടിയെടുത്ത് ഗേറ്റിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയല്ലേ. എന്നിട്ട് ചേട്ടൻ അങ്ങോട്ട് നോക്കി 1 മുതൽ 10 വരെ എണ്ണി. പുറകെ നിൽക്കുന്ന അവർക്കറിയാമോ 1 മുതൽ 10 വരെയുള്ളതിൽ എവിടം വരെ എണ്ണിയെന്ന് അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. പുറകെയല്ലേ കാണാൻ പറ്റും, പുറകുവശല്ലേ കാണുന്നത്. തിലകൻ ചേട്ടൻ അതൊന്നും ആലോചിച്ചില്ല. 10 വരെ എണ്ണി, അവർ വിളിച്ചില്ല, അങ്ങ് പോവുകയും ചെയ്തു. അവിടെ ആ ബന്ധം അവസാനിച്ചു. ഇത് ഒരു കാർ യാത്രയ്ക്കിടയിൽ തിലകൻ ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചാൽ ജീവിതത്തിൽ ഇങ്ങനെ 1 മുതൽ 10 വരെ എണ്ണമെന്നൊക്കെ നമ്മൾ ആരുടെയെങ്കിലും പറയുമോ? ഞാൻ പറയും. അങ്ങനെ ജീവിതത്തിൻ്റെയും അഭിനയത്തിൻ്റെയും അതിർവരമ്പ്
മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും വകഭേദങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതമെന്നും ഒരു പോരാട്ടമായി, അല്ലെങ്കിൽ ശിഥിലമായി പോയ കുടുംബ ബന്ധമായി 6 കുട്ടികൾക്ക് ജന്മം നൽകി എന്നുള്ളതല്ലാതെ ഭാര്യമാരുമായിട്ട് നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യനായ പാവത്താനായ നല്ല മനുഷ്യനായിരുന്നു തിലകൻ ചേട്ടൻ. ഞാൻ എപ്പോഴും ആലോചിക്കും 1 മുതൽ 10 വരെ. ഞാൻ പലപ്പോഴും വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് 1 മുതൽ 10 വരെ എണ്ണിയിട്ട് 10 എണ്ണുന്നതിനിടയിൽ 5ഓ 6ഓ എത്തിയപ്പോൾ ആ ചേച്ചി വിളിച്ചിരുന്നുവെങ്കിൽ തിലകൻ ചേട്ടൻ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ലായിരുന്നു. പക്ഷേ അവർക്കറിയില്ലല്ലോ, അവർ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഇങ്ങനെ എണ്ണുന്ന ഒരു ഭർത്താവിനെ അവർക്കറിയില്ലല്ലോ. തിലകൻ ചേട്ടൻ അങ്ങ് നടന്നുപോയി, അവിടെ ജീവിതം അവസാനിപ്പിച്ചു, കുടുംബജീവിതം അവസാനിപ്പിച്ചു. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ തിലകൻ ചേട്ടനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട്. ഒരു കഥ കൂടെ വേണമെങ്കിൽ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തിലകൻ ചേട്ടൻ്റെ എല്ലാത്തിലും ഇളയ മകളുടെ കല്യാണം തിരുവനന്തപുരത്ത് അനന്തപുരി ആഡിറ്റോറിയത്തിലാണ്. എൻ്റെ മകൻ്റെ റിസപ്ഷൻ നടന്ന മണ്ഡപം. ഞാൻ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തി അകത്ത് കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗം, റിസപ്ഷനിൽ അതുവരെ കണ്ട നടനോ പരുക്കനോ ഒന്നുമല്ലാത്ത ഒരു നല്ല വാത്സല്യനിധിയായ ഒരു അച്ഛൻ നിൽക്കുന്ന പക്വതയോടുകൂടി തിലകൻ ചേട്ടൻ സത്യനന്ദിക്കാടുമായി സംസാരിച്ച് നിൽക്കുകയാണ്. ഞാൻ ചെന്നു, ഇവർ രണ്ടുപേര് സത്യേട്ടനെ നോക്കി തൊഴുതു, തിലകൻ ചേട്ടനെ നോക്കി തൊഴുതു. തിലകൻ ചേട്ടൻ പൂരത്തിന് കണ്ട പരിചയം കാണിക്കുന്നില്ല എന്നെ. ഞാൻ ഒന്ന് ചമ്മി, കാരണം എന്നെ കല്യാണം വിളിച്ചിട്ടാണ് ഞാൻ ചെന്നത്. നിങ്ങളുടെ എന്ത് ചേട്ടാ ഒരു ഗൗരവം? ഗൗരവം, നിങ്ങൾക്കെൻ്റെ പേരറിയാമോ? അപ്പോൾ ഞാൻ ഇങ്ങനെ സത്യേട്ടൻ നോക്കി. സത്യേട്ടൻ ഒരു കുസൃതി ചിരി ഇരിച്ചു. സത്യേട്ടന് മനസ്സിലായി എന്തോ ഒരു വലിയ ഡ്രാമ ഇവിടെ നടക്കാൻ പോവാണ്. അതെന്ത് ചേട്ടാ അങ്ങനെ പറഞ്ഞേ? ചേട്ടൻ്റെ പേര് എനിക്ക് അറിയാത്തതെന്താ? എന്നെ ചേട്ടൻ അറിയാത്തതെന്താ? അതുകൊണ്ടല്ലേ ചേട്ടൻ എന്നെ കല്യാണം വിളിക്കുകയും ഞാൻ വരികയൊക്കെ ചെയ്തു. അതൊന്നുമല്ല എൻ്റെ ചോദ്യം. എൻ്റെ പേരറിയാമോ നിങ്ങൾക്ക്? അങ്ങനെ എന്ത് ചോദ്യം ചേട്ടൻ ചോദിക്കണേ? അവിടെ അദ്ദേഹം വളരെ രൂക്ഷമായി സത്യേട്ടനെ നോക്കിയിട്ട്, സത്യനറിയോ, ബംഗ്ലാവിൽ ആവേണ്ട ആളായിരുന്നു ഞാൻ ഇയാളൊരു ക്യാരക്ടറുള്ള ആളെന്നാണ് കരുതി. തിരുവനന്തപുരത്തെ നായന്മാരെ ബെൽറ്റിൽ ഇയാളും വീണു. എന്നെ ആ പടത്തിൽ നിന്ന് ഒഴിവാക്കി, അഡ്വാൻസ് എന്നിട്ട് ഒഴിവാക്കി. ഞാൻ ഞെട്ടി. ബംഗ്ലാവിൽ അവതയ്ക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് ഞാൻ ഒഴിവാക്കിയത് ഞാൻ അറിഞ്ഞതുപോലുമല്ല. ഞങ്ങൾക്ക് എന്താ ചേട്ടാ ഇങ്ങനെ പറയണേ? അല്ല നിങ്ങളെനിക്ക് അഡ്വാൻസ് തന്നില്ലേ? ഞാനില്ല. ആരാ തരാത്തത്? നിങ്ങളെൻ്റെ വീട്ടിലൊരു സന്ധ്യയ്ക്ക് ഇരുന്നു അത് പലേരിയുമായിട്ട് വന്നിട്ട് എനിക്ക് അഡ്വാൻസ് തന്നില്ലേ? അവനില്ല. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് ഗീതു ഹോട്ടലിൽ ഇരുന്നാണ് രഘുനാഥ് പലേരി എൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ആ സ്ക്രിപ്റ്റ് എഴുതുന്നതിനിടയിൽ ഇൻഡോ പാക് യുദ്ധത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ട ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം ആ പട്ടാളത്തിൽ ജോലി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കും ഒറ്റയ്ക്ക്. വൈകുന്നേരം ഈവനിംഗ് വാക്കിനൊക്കെ പോകുന്ന ഒരു നല്ല കർക്കശക്കാരനായ ഒരു പട്ടാളക്കാരൻ. തിലകൻ ചേട്ടന് പുല്ലുപോലെ ചെയ്യാവുന്നൊരു വേഷം. ഈ ജീവിതത്തിനിടയിൽ ഫ്ലാറ്റിലിരുന്ന് വെറുതെ സമയം പോകാനായിട്ട് പുറകു പോകുമ്പോൾ എതിർവശത്ത് ഒരു കൊച്ചു ടെറസ് വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ജീവിക്കുന്നു. അവരെ അവിടെ ഒരു തമിഴത്തി പെൺകുട്ടിയെ ജോലിക്ക് കൊണ്ട് നിർത്തിക്കുന്നു. ഈ കുട്ടിയെ നിരന്തരമായി, ഈ കുട്ടികളായാലും ശരി, അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, നിരന്തരമായി ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും. ഈ കാഴ്ച എപ്പോഴും കാണുന്ന ആളാണ് ഈ പട്ടാളക്കാരൻ. അങ്ങനെ രക്ഷകർത്താക്കൾ അച്ഛനും അമ്മയും 2 കുട്ടികളും കൂടെ എവിടെ ഒരു വിവാഹത്തിനോ ടൂറോ എന്തോ പോയി, അമ്പലത്തിലോ എവിടെ പോയ ഒരു ദിവസം ഈ കുട്ടിയെ അതിനകത്ത് അടച്ചിട്ടിട്ട് പോയി. ഈ പട്ടാളക്കാരൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി മറുവശത്ത് ചെന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ഈ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് ആ കുട്ടിയെ താമസിപ്പിച്ചു, ഫ്ലാറ്റിൽ കൂടെ താമസിപ്പിച്ചു. അതിൻ്റെ വിഷമവും ദുഃഖവും ഒക്കെ കണ്ടിട്ടാണ്. കാരണം ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. മറ്റൊരു ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കുട്ടിയെ കാണാനില്ല. ആകെ പ്രശ്നമായി, ഭയങ്കര ഇഷ്യൂ ആയി. 1-ാം തീയതി ആയപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ തമിഴയും പൈസ വാങ്ങിക്കാൻ വന്നപ്പോൾ കുട്ടിയില്ല എന്നുള്ള വിവരം അറിയുന്നത്. അവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി, പോലീസ് വന്നു, കേസായി, സമരമായി, വീട്ടുകടയിൽ സമരമായി, കുട്ടിയെ ഇവർ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് ഇവിടെ കുഴിച്ചിട്ടുവെന്ന് വരെയായ അന്വേഷണമായി. ഇതൊക്കെ നടക്കുമ്പോഴും ഈ കുട്ടി ഫ്ലാറ്റിലുണ്ട്, ഇവർ രണ്ടുപേരും മോളിൽ ഇരുന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം രഹസ്യമായി ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കും, മുടിയൊക്കെ വെട്ടി. എന്നിട്ട് ആൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഈ സമരം നടക്കുന്ന വീട്ടിൻ്റെ മുന്നിൽ, സമരം നടക്കുന്ന പന്തലിൻ്റെ മുന്നിൽ കൂടെ കൊണ്ടുപോകും. അപ്പോൾ സമരം ഇരിക്കുന്ന ഇതിൻ്റെ അപ്പനും അറിയില്ല ഇതാണ് എൻ്റെ മോളെന്ന് അറിയില്ല, ആ വീട്ടിലെ രക്ഷകർത്താക്കൾക്കും അറിയില്ല ഇത് ഇവിടെ ജോലിക്കുന്ന കുട്ടിയാണ് ഈ പോകണമെന്ന്. ഈ പട്ടാളക്കാരെ ഈ പെൺകുട്ടിയായിട്ട് പോകും, കൊച്ചുകുട്ടിയായിട്ട്. ഇങ്ങനൊരു സബ്ജക്റ്റ് രഘുനാഥ് പലേരി സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഗീതു ഹോട്ടലിൽ ഇരുന്ന് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ദിനേശ് നമുക്ക് പോയി തിലകൻ ചേട്ടന് അഡ്വാൻസ് കൊടുക്കാമെന്നാണ്. അങ്ങനെ ഫ്ലാറ്റിൽ ചെന്ന് ഒരുപാട് നേരം സംസാരിച്ച് അവതയെക്കുറിച്ച്, അവത ചെയ്യുന്ന ലാലാണെന്നും ആദ്യം കലാഭമണിയായിരുന്നു എന്നുള്ള വിവരമൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് തിലകൻ ചേട്ടന് അഡ്വാൻസ് കൊടുത്തു.
1,00,000 രൂപ അഡ്വാൻസ്. ഞങ്ങളിങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ നമ്മുടെ പടം കഴിയുകയും അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നപ്പോൾ രവിചേട്ടൻ ആ പടം ചെയ്യാൻ പറ്റിയില്ല. ആ പടം നടന്നില്ല. പക്ഷേ തിലകൻ ചേട്ടൻ്റെ ഉപബോധം മനസ്സിൽ കിടക്കുന്നത് ബംഗ്ലാവിൽ അവധയ്ക്ക് കൊണ്ടുവന്ന് അവധയാകാനായിട്ടാണ് എനിക്ക് ഈ അഡ്വാൻസ് തന്നതെന്നും എന്നിട്ട് തിരുവനന്തപുരത്തെ നായർ ബെൽറ്റുകാരെല്ലാവരും കൂടി എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് തിലകൻ ചേട്ടനെ ഒഴിവാക്കിയെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കല്യാണത്തിന് വിളിച്ചിട്ട് എന്നിട്ട് എന്നെ കല്യാണം വിളിച്ച് ചെന്ന് എന്നോടാണ് പറയുന്നത് അവധയാക്കാനിരുന്ന എന്നെ നായന്മാരെ ബെൽറ്റിൽ നിങ്ങൾ വീണല്ലോ എന്നാണ് എൻ്റെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് തിലകൻ ചേട്ടാ, ഒന്നാമത്തെ കാര്യം ഈ ഔദ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബുള്ളറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ആ പടത്തിൽ ഒരുപാട് സീനുകളുണ്ട്, അതിലെല്ലാം ബുള്ളറ്റിലാണ് അയാൾ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ ചേട്ടൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് ബുള്ളറ്റ് ഓടിക്കാൻ നോക്കും. 2, പടം തുടങ്ങുന്ന മുതൽ അയാളൊരു മൊബൈൽ മോർച്ചറി പെട്ടിക്കകത്താണ് കിടക്കുന്നത്. രാത്രി ഉറക്കം എണീക്കുമ്പോൾ ആ പെട്ടിയിൽ നിന്ന് 2 സൈഡിലും കൈയൊന്നും തൊടാതെ ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് വരുമ്പോൾ എണീറ്റ് വരണം. അതുപോലെ കിടക്കുകയും വേണം. ചേട്ടനെ കൊണ്ട് ഇപ്പോൾ പറ്റുമോ? ചേട്ടൻ എന്താ വിചാരിക്കണം, ഞാൻ അങ്ങനെ ചെയ്യുന്നു ചേട്ടന് തോന്നുന്നുണ്ട്. പക്ഷേ പുള്ളി അത് അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ അത് രഘുനാഥ് പലേരി ഡയറക്റ്റ് ആയിരുന്ന ഒരു പടത്തിനാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും തിലകൻ ചേട്ടൻ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിനയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിർ വരുമ്പോൾ അറിയാതെ പോയതിൽ പറ്റിയ ഹതഭാഗ്യന് പറ്റുന്ന വിഷമ വൃത്തങ്ങളാണ് ഇതൊക്കെ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി തിലകൻ ചേട്ടനെ ഓർക്കാൻ കഴിഞ്ഞതിൽ ആ വലിയ മനുഷ്യൻ, ആ വലിയ കലാകാരൻ ഒരിക്കൽ കൂടി ആത്മശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.